റബ്ബർ വെട്ടൽ എങ്ങനെയാണ് തുടങ്ങുക എന്നുള്ളത് പഠിക്കാം. മുകളിൽ ആദ്യം ഇങ്ങനെ വെട്ടുക. ഒരു എപ്പോഴും വെട്ടി ശീലിച്ചിട്ടുള്ളൊരു പരിചയത്തിന്റെ പുറത്തുള്ള വെട്ടലാണ്. ഒരു അളവെടുത്തിട്ടൊന്നുമല്ല. മാറും. അതെ അതെ അതെ. എത്ര കൊല്ലായി വെട്ടാൻ തുടങ്ങിയിട്ട്? ആ, ഈ പള്ളിയിൽ 40 കൊല്ലം. ഈ പള്ളിയിലെ ചീഫാണ്. നിങ്ങളെത്ര കൊല്ലായി വെട്ടാൻ തുടങ്ങിയിട്ട്? കൂടുതലൊന്നും 20 കൊല്ലത്തിൽ പിള്ളേരുടെ കമ്മിറ്റി എത്രാമത്തെ കമ്മിറ്റി തന്നെ കമ്മിറ്റി തീരേണ്ട വല്ല കുടുംബ കമ്മിറ്റി അത് മാറൂലേ? 2000 മുമ്പുണ്ടോ? 2000 ആണ്ട് തുടങ്ങുന്നതിന് മുമ്പുണ്ടോ? ഇല്ല. ഞാൻ വരുന്ന സമയത്ത് ആ ബുക്കാണ് കമ്മിറ്റി പറ്റില്ലടാ. രണ്ടെണ്ണം എടുത്താൽ നോക്കട്ടെ. വയ്യായിക വരും നോക്കട്ടെ. 2 എടുത്തില്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവിടും ഞാൻ. ഇവിടെ തന്നെ എടുക്കാനാ? ഇവിടെ തന്നെ എടുക്കാനാ? അവിടെ തന്നെ 2 എടുക്കാം. പറ്റില്ല. രണ്ടാമത്തെ കബറിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. 2 കബർ ഒന്നിച്ച് കുഴിക്കാനുള്ള പരിപാടിയാണ്. രാവിലെ നമ്മൾ കണ്ട കബർ ഇപ്പം ഏകദേശം ഇത്രയും വെട്ടിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ കബർ ഇവിടെ ഇങ്ങനെ വെട്ടി. നല്ല വെയിലായതുകൊണ്ട് നല്ല ഓലപ്പെട്ട എന്താക്കിയിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി. സൂര്യനാണെങ്കിൽ അവിടെ അങ്ങനെ കത്തി ജ്വലിക്കണം. വേറെ അടുക്കുന്ന ഒരു പുള്ളിക്കാരനെ, കുഞ്ഞാപ്പൂന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ മൊബൈലിൽ സ്ഥിരം കബറിനെ പറ്റിയും കുത്തുന്ന ആള്, ഇത്തിരി പൊക്കം മണ്ണൊക്കെ ഉണ്ടായിട്ട് ആള് തലകെട്ട് ഇങ്ങോട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് ആള് തലകെട്ടാണ് പ്രായമില്ല. എന്നാലും പുള്ളി ആ ഡ്രസ് അങ്ങനെയാണ്. പുള്ളിന്റെ കബറിനെ പറ്റിയും മയ്യത്ത് കുളിപ്പിനെ പറ്റിയും മയ്യത്ത് കുഞ്ഞിനെ പറ്റിയും എങ്ങനെ പറ്റിയൊക്കെ ആള് ഒരു റീൽസിൽ ഇങ്ങനെ പറയും. ഇപ്പം മേൽക്കബർ രണ്ടാമത്തേൻ്റെ തീർന്നിട്ടുണ്ട്. ആദ്യത്തേതിൻ്റെ മേൽക്കബർ കഴിഞ്ഞു. രണ്ടാമത്തെ അടിയിലുള്ള കബറിലേക്ക് 2 തട്ടായിട്ടാണല്ലോ വെട്ടുക. അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു, രണ്ടാമത്തേലേക്ക് കടന്നു. രണ്ടാമത്തേത് ആദ്യത്തെ കഴിഞ്ഞു, ഇനി രണ്ടാമത്തേത് തുടങ്ങാൻ പോവുകയാണ്. അതിലെ അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ആദ്യത്തെ കബർ 2 സ്റ്റെപ്പും കൂടെ ഒന്ന് താത്താനുണ്ട്. അതോടുകൂടി അത് ഫിനിഷായി. രണ്ടാമത്തേത് ഫിനിഷിലേക്ക് അടുക്കുന്നു. ഇൻഷാല്ലാ ഇനി ഇവിടെ അടുത്തെവിടെയെങ്കിലും കബർ വെട്ടാനുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. രാവിലെ ഒരു 7 മണിയായി തുടങ്ങി. ഇപ്പോൾ ഒരു 12 മണിയായപ്പോഴത്തേക്ക് ഏകദേശം കഴിയാറായി. നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു തരണേ. ഫോൺ നമ്പറേ? ഫോൺ മാങ്ങ കുഴപ്പമില്ല. ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ അവന്റെ നമ്പർ തന്നെ. എന്താ പൊന്നെ അങ്ങനെ കൂടെ 97 44 05 22 04. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. പക്ഷെ അവർ ഒഴിവുണ്ടെങ്കിൽ ഏത് പള്ളിയിലാണെങ്കിലും വന്ന് വെട്ടിത്തരും. രാത്രി ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. മയ്യത്ത് കബർ ഏകദേശമൊക്കെ കുഴിച്ച് തീരാറായിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കുഴിച്ചിടാണ്. എന്നിട്ട് ഇത് മൂടും അല്ലേ? മൂടൂലേ? എന്നിട്ട് മൂടിയിടും. പിന്നെ മയ്യത്ത് മരിക്കുമ്പോൾ വന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കും. അവസാന ഘട്ടങ്ങളിലേക്കുള്ള ആദ്യത്തെ മറ്റേത് ഫുള്ള് കഴിഞ്ഞ ഇത് കഴിഞ്ഞു. അത് കഴിയുന്നു. ഓക്കെ, ഇന്നത്തോടുകൂടി